ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ചെറിയ സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ട് കേക്കൊക്കെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞങ്ങൾ രണ്ട് ഫാമിലിയും ഞങ്ങളുടെ മക്കളും എല്ലാവരും കൂടിയിട്ട് ഒരു കുഞ്ഞ് ആഘോഷം, ചില ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാക്കും അല്ലേ. അതുപോലുള്ളൊരു ആഘോഷമായിരുന്നു കേട്ടോ ഇത്. അവരും ഒരുപാട് ഹാപ്പിയായി, ഞങ്ങളും ഒരുപാട് ഹാപ്പിയായി, അതിലുപരി ഞങ്ങളുടെ മക്കളും ഒരുപാട് ഹാപ്പിയായി. എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. എല്ലാ സർപ്രൈസുകളും കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതുപോലെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഓരോരുത്തർക്കും മുറിച്ച് കൊടുക്കുക, അവരുടെ വായിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ആർഭാടമില്ലാത്ത കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളും സർപ്രൈസുകളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. എന്തൊക്കെയായാലും കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഷീമോളുടെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇസുവിൻ്റെ വായിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇസുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഷീമോട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വാങ്ങിച്ചത് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു മൗസില്ല എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു കേക്കാണ്. എനിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ പേരൊന്നും അറിയില്ല. നമ്മളിപ്പുറത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തക്കുടുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കുടു ഞാൻ വായി വെച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് എൻ്റെ ഏട്ടനാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ചേട്ടന് വായിൽ കേക്കൊക്കെ വെച്ച് കൊടുത്തു. ചേട്ടനും ഒരു ചെറിയ പീസ് അനിയൻ്റെ വായിലും വെച്ച് കൊടുത്തു. അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. നമുക്ക് അത് കാണുമ്പോഴും നമുക്ക് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവരുടെ മുഖത്തും കണ്ടില്ലേ, എല്ലാവരുടെയും മുഖത്ത് ചിരിയാണ്, സന്തോഷമാണ്. ഞാനും കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് എടുത്തപ്പോൾ വലിയ പീസായിപ്പോയി. അപ്പോൾ ഞാൻ ആ വലിയ പീസ് കൊടുത്തപ്പോൾ എനിക്ക് വലിയ പീസ് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കൊടുത്തു ആ വലിയ പീസ്. പിന്നെ ഒരു കുഞ്ഞ് ഫാമിലി പിക്ക്.